നമസ്കാരം. NBC ജ്യോതിഷ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോണത് നമ്മളെ ഗുരുദേവൻ, അതായത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. ഗുരുദേവൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലപ്പുറത്താണ്. കാരണം ചെമ്പഴന്തിയിൽ ജനിച്ചു, വളരെ ചെറുപ്പകാലത്ത് തന്നെ തൻ്റെ അച്ഛനെയും അമ്മയും വിട്ടുപിരിഞ്ഞു. ഒരു വിവാഹം ചെയ്യാൻ പറഞ്ഞതിൻ്റെ പേരിൽ നാട് വിട്ടുപോയ നാണു എന്ന കുട്ടി വലിയൊരു നാരായണ ഗുരുവായി മാറി. അത് വലിയൊരു കഥ തന്നെയാണ്. 1914 ആലുവയിൽ അദ്വൈത ആശ്രമം സൃഷ്ടിച്ചതും ശ്രീനാരായണ ഗുരു തന്നെയാണ്. നാരായണ ഗുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം കേരളത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒരുപാട് എതിർത്ത ഒരു വലിയൊരു മഹാഗുരു തന്നെയാണ് ശ്രീനാരായണ ഗുരു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരിൽ അന്ധവിശ്വാസം പുലർത്തിയിരുന്നത് എല്ലാം തേച്ച് മാച്ച ഒരു മഹാഗുരു തന്നെയാണ്. ഒരിക്കൽ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തെ കാണാൻ തൻ്റെ ആശ്രമത്തിൽ വന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിന് കൂടുതൽ അറിവുകൾ പകരുകയും ചെയ്തിട്ടുണ്ട് ശ്രീ നാരായണ ഗുരു. നാരായണ ഗുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് മാത്രമല്ല, അത് വലിയൊരു കഥയുണ്ട്. കാരണം ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, ഈ ആത്മാവ് എന്ന ഒരു സത്യം എന്താണ്, അങ്ങനെയൊന്നുണ്ടോ ഗുരുവേ, ഇത് അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നാരായണ ഗുരു പറഞ്ഞത് എന്താ വെച്ചാൽ, അടുത്ത വാവ് വലിക്ക്, വാവ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത വാവിലി വരികയും ആ വാവിലിൻ്റെ അന്ന് തൻ്റെ ശിഷ്യൻ നാരായണ ഗുരുവിനോട് ചോദിച്ചു, എന്താണ് അങ്ങ് പറഞ്ഞു തരാമെന്ന് ഉത്തരം, അങ്ങ് പറയൂ. അപ്പോൾ നാരായണ ഗുരു പറഞ്ഞു, അവിടെതാ കാക്കകൾ ബലിച്ചോറ് തിന്നുകയാണ്, ഇനി നമ്മെ തൊട്ട് നോക്കിക്കോളൂ എന്ന് തൻ്റെ ശിഷ്യനോട് പറയുകയും ആ ശിഷ്യൻ നാരായണ ഗുരുവിനെ തൊട്ട് നോക്കുകയും ചെയ്തപ്പോൾ ആ കാക്കകളെല്ലാം ശരിക്കും മനുഷ്യന്മാരായിരുന്നു. അപ്പം വളരെ വലിയൊരു മഹാസത്യം അവിടെ തെളിഞ്ഞു വന്നു. അപ്പം അതുകൊണ്ട് തന്നെ പല ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളും, നാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിലാട്ടെ മറ്റുള്ള ക്ഷേത്രങ്ങളാട്ടെ, ഈ ബലി തർപ്പണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മഹാഗുരുവായ നാരായണ ഗുരു ബലി കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മാത്രമല്ല നാരായണ ഗുരു തൻ്റെ ഈ താവയിൽപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾപ്പെട്ട എല്ലാ കുട്ടികൾക്കും വിദ്യ വേണമെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം മറ്റൊരു ലോകത്ത് കൈപ്പിടിച്ചു ഉയർത്തിയ നാരായണ ഗുരു ഒരു മഹാപ്രഭാവം തന്നെയായിരുന്നു. ചട്ടമ്പി സ്വാമിയിൽ നിന്നാണ് അദ്ദേഹം എല്ലാവിധ വിദ്യകളും പഠിച്ച് തപസ്സനുഷ്ഠിക്കാൻ പോയത്. കുമാരനാശാനാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി. മാത്രമല്ല അദ്ദേഹം ശ്രീനാരായണ ഗുരു ഒരു കവിയും കൂടിയാണ്. എന്താണോ, അതായത് ഒരു മനുഷ്യ മനസ്സിനെ എന്തൊക്കെ രീതിയിലാണോ സഹായിക്കേണ്ടത് ആ രീതിയിൽ അദ്ദേഹം സഹായിച്ചു. അതായത് വേദന ഉള്ളവന് വേദന മായ്ക്കുകയും അറിവില്ലാത്തവന് അറിവ് പകരുകയും എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹാഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ തേജസ്സായിരുന്നു. ആ ദർശനം കൊണ്ട് തന്നെ മഹാപുണ്യം തന്നെയാണ്. അദ്ദേഹം നമ്മുടെ ഈ നാടിനെ, കേരളത്തിനെ ഒരു നവോത്ഥാന കേരളമാക്കി മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അടിത്തട്ടിൽ കിടക്കുന്ന ഹൈന്ദവ വർഗങ്ങളെ ഇദ്ദേഹം നമ്മൾ മേലെത്തട്ടിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പല ക്ഷേത്ര ആരാധനകളും, അതായത് കാവട്ടങ്ങളിൽ അനാചാരപരമായിട്ട്, അതായത് കോഴിയെ അറുത്ത് കർമ്മം ചെയ്യുക, അന്ധവിശ്വാസപരമായിട്ട് ദുർമന്ത്രവാദം ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ അദ്ദേഹം എതിർത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇനിയെന്നുള്ളതല്ല, ഒരുപാട് കാര്യം. കാരണം ആ മഹാഗുരു ഇന്നും ഓർക്കാത്തതില്ല. മഹാഗുരുവിൻ്റെ കഥകൾ കേട്ടാലും മഹാഗുരുവിൻ്റെ സിനിമകൾ കണ്ടാലും എന്ത് കണ്ടാലും ഇന്നും കാണാൻ തന്നെ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആ കഥയിലുള്ള ആ വിസ്മയമാണ്. ആ വിസ്മയം